ഹലോ ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാലോ, എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ റോഡ് നിയമങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഇതായിരുന്നു. ഒരു വ്ളോഗായിരുന്നു, ഒരു ചെറിയ വ്ളോഗായിരുന്നു. അപ്പം നമ്മൾ അത് വയലേറ്റ് ചെയ്താൽ നമുക്ക് $100 ഫൈൻ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് ചെയ്ത് എനിക്ക് തന്നെ ഈ ഇടയ്ക്ക് ഒരു $100 കിട്ടി. അത് എങ്ങനെയാണ് കിട്ടിയത്, എവിടെ വെച്ചാന്ന്, ജസ്റ്റ് റെഡ് ലൈറ്റ് വയലേഷൻ തന്നെയായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ജോലി കഴിഞ്ഞ് എനിക്ക് സ്ഥിരമായി വീട്ടിലോട്ട് പോകുന്നൊരു വഴി അങ്ങനെയല്ല. ഞാൻ പകരം ഒരു ഡങ്കിൻ ഡോണറ്റ്സ് ഉണ്ട്, അവിടെ നിന്നിപ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ നോക്കി ഡങ്കിൻ നിയർ ബൈ മീ എന്ന് പറഞ്ഞപ്പം ഗൂഗിൾ കാണിച്ചിട്ട് അടുത്തുണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ആ വഴി നിന്ന് പോയതാണ്. അപ്പം എനിക്ക് കിട്ടിപ്പോയി. അത് ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, എനിക്ക് വന്ന മെയിൽ ഇതാണ്. ഫോട്ടോ എൻഫോഴ്സ്മെൻറ്റ് പ്രോഗ്രാം. അപ്പം നമുക്ക് എങ്ങനെയാണല്ലോ ഒരാഴ്ച ഒരു 5-6 മെയിലൊക്കെ വരും. കൂടുതലും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ എന്നാലും ഗാർബേജ് കളയാൻ തോന്നിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് സംഭവം പുലിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വേണ്ടേ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഈ വണ്ടിയുടെ ഫോട്ടോ സഹിതമുണ്ട്. എന്നാൽ ഇവർ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല കേട്ടോ. അവർ നമ്മുടെ തെളിവ് സഹിതമായിട്ട് ഇരുന്നാണ്ട് $100 ഫൈനുണ്ട്. അപ്പം ഞാനത് പേ ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ, റെഡ് ലൈറ്റ് വയലേഷൻ. ഈ ഫോട്ടോയുണ്ട്, വണ്ടി നമ്പറും എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ജസ്റ്റ് നമുക്ക് എന്താ സംഭവിച്ചെന്ന് വീഡിയോ ഒന്ന് കാണാം. ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് എടുത്താ കേട്ടോ. ജസ്റ്റ് സ്കാൻ ചെയ്യുക. അന്നേരം ഗൂഗിളിനകത്ത് ഇതാണ്ട് ഇങ്ങനെ വരും. ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 524163 എന്ന് പറഞ്ഞ്. വേണ്ട പ്ലേ വീഡിയോ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പം എന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് എൻ്റെ വണ്ടിയാണ് പോകുന്നത്, ബ്ലാക്ക്. ഞാനത് നോർമലി സാധാരണ പോകുന്ന പോലെ ഞാനത് വന്നിട്ട് റെഡ് ലൈറ്റ് കിടക്കുകയാണ്. ഇടത്തുനിന്ന് വണ്ടിയില്ല, ഞാൻ റൈറ്റിലോട്ട് എടുത്തു. ഇതിനകത്ത് പറ്റിപ്പോയെന്നു പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് റെഡിൽ വണ്ടി എടുക്കാവുന്ന ഒരു റൈറ്റിലോട്ട് വണ്ടി എടുക്കാവുന്ന ഒരു സ്ഥലമാണ്. ഒരു ട്രാഫിക് സിഗ്നലാണ്, നോക്കിക്കാണാം. ഇപ്പം ഇവിടെ റെഡ് ലൈറ്റ് ഓൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല. സോ എനിക്ക് റൈറ്റിലോട്ട് എടുക്കാൻ പറ്റും. ഇനി ചില സ്ഥലങ്ങളിൽ നമുക്കങ്ങനെ എടുക്കാൻ പറ്റുമല്ല. കാരണം അതായത് ഈ പെഡസ്ട്രിയൻസ് കൂടുതലുള്ളിടത്ത്, ബൈസൈക്ലിസ്റ്റ് ഉള്ളിടത്ത്, അതേപോലെ സ്കൂൾ അടുത്തുണ്ടെങ്കിൽ ഇതിപ്പം എനിക്ക് ഫൈൻ കിട്ടിയ സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ അതിലെ രണ്ടാമതൊന്ന് പോയി കാണിക്കുവാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ സ്കൂളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും എടുക്കാൻ പറ്റുമല്ല. ഇത് കണ്ടോ, ബോർഡ് കണ്ടോ, നോ ടേൺ ഓൺ റെഡ്. അങ്ങനെയുള്ള സ്ഥലത്ത് അവരിങ്ങനെ എഴുതി വെക്കും, നോ ടേൺ ഓൺ റെഡ് എന്ന്. അപ്പം നമ്മൾ ഒരിക്കലും എടുക്കരുത്. എനിക്ക് പറ്റിപ്പോയെന്നു പറഞ്ഞാൽ അന്ന് ഞാൻ വന്നപ്പം ഫസ്റ്റ് ടൈമല്ല വരുന്നത്. അപ്പം ഞാൻ ഇത് കണ്ടില്ലായിരുന്നു, അതാണ് എനിക്ക് പറ്റിപ്പോയത്. ആ ബോഡി ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം എൻ്റെ ഈ $100 ടിക്കറ്റ്, ഈ $100 പോയതുകൊണ്ട് ഞാൻ ഒരു നഷ്ടമായിട്ട് കാണുന്നില്ല. ഏതായാലും നമ്മൾ എവിടെയായാലും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം. കാരണം ഒരു ജീവനെ കഴിഞ്ഞും വില ഉണ്ടെന്ന് തോന്നുന്നില്ല $100. അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.